ഹായ്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റിനെ കുറിച്ചിട്ടാണ്, BMR. ഓക്കെ, നമ്മൾ ഡെയിലി ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് അല്ലെ, ലൈക്ക് നടക്കാറുണ്ട്, വീട്ടിൽ പണികൾ എടുക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് കലോറീസ് ആവശ്യമാണ്. അപ്പൊ BMR എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കലോറിയെയാണ് എന്ത് പറയുന്നത്, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ പോലും നമ്മൾ അറിയാതെയും അറിഞ്ഞോണ്ടും ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് കാലോറി ആവശ്യമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ പോലും നമുക്ക് കാലോറി ആവശ്യമാണ്. ലൈക്ക് പിന്നെ ബ്രീത്തിങ്ങിന് ആവശ്യമാണ്, ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണ്, ഇതിനൊക്കെ നമുക്ക് എന്ത് കാലോറി ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ള കാലോറിനെയാണ് നമ്മൾ BMR അഥവാ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നോ, എല്ലാവരുടെ ബോഡി യുണീക്ക് ആണ്, അതുപോലെ തന്നെ എല്ലാവരുടെ BMR-ഉം ഡിഫറെന്റ് ആയിരിക്കും. BMR കൂടിയവർക്ക് വെയിറ്റ് ലോസ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും, BMR കുറഞ്ഞവർക്ക് ആ പ്രോസസ്സ് കുറച്ചൊന്ന് ഡിലേ ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ BMR ചെക്ക് ചെയ്യുക. നമ്മളുടെ BMR എത്രയാന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ആപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കലോറി ഇൻടേക്ക് എത്ര നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡയറ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.